ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സ്ത്രീയും പുരുഷനുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ. അതിനകത്ത് ഏറ്റവും പ്രധാനം ലൈംഗികതയാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയുന്നത്, സ്ത്രീക്ക് പൂർണ്ണ തൃപ്തി കിട്ടുന്നതിന് മുമ്പേ പുരുഷന് വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതാണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പല അസംതൃപ്തികളും ഉണ്ട്. പ്രത്യേകിച്ച് ബന്ധപ്പെട്ട് കൂടുതൽ പരിചയമില്ലാത്തവരെ സംബന്ധിച്ച് ആദ്യകാലങ്ങളിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യം വരുവാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യണം, എങ്ങനെ അത് പൂർത്തീകരിക്കണം, അതിനെക്കുറിച്ചാണ് കേട്ടോ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം പലർക്കും ഉണ്ട്. തുടക്കക്കാർക്ക് തന്നെയല്ല, മറ്റ് പല സാഹചര്യത്തിലും ഇതുണ്ടാവാം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്നെങ്കിൽ അതിന് ശാരീരികമായ കാരണമുണ്ട്, മാനസികമായ കാരണമുണ്ട്. അതുപോലെ ശാന്തമായൊരു മാനസികാവസ്ഥയിലല്ല ഇത് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു പോസിബിലിറ്റി കൂടുതലാണ്. പ്രത്യേകിച്ചും ടെൻഷൻ, അമിതമായിട്ടുള്ള ആകാംക്ഷ, അതുപോലെ തന്നെ സ്ത്രീ പങ്കാളിയോട് തോന്നുന്ന അമിതമായ ആകർഷണം. എന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷണം വേണം, പക്ഷേ ഇത് അമിതമാകുന്നു. അതുപോലെ ഇതിനെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലാത്തവരുണ്ട്, കൺട്രോൾ ചെയ്ത് ചെയ്യാനുള്ള കഴിവില്ലാത്തവരുണ്ട്. അതുപോലെ ചില പുരുഷന്മാരെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് കാണിക്കുന്നു. എന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതിനൊരു 3 ഘട്ടങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അറിവില്ലായ്മ വരുന്നു, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ 3 ഘട്ടത്തെക്കുറിച്ച് നന്നായിട്ട് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും പങ്കാളിയെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ പറ്റും. തന്നെയല്ല, അവർക്കിതിനകത്ത് നല്ല ആത്മവിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അവർ ഏത് സമയത്ത് റെഡിയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ ഈ 3 രീതിയിൽ കൂടെ ചെയ്യത്തുള്ളൂ. അതിനുള്ള സമയവും സാഹചര്യവും വേണം. അപ്പോൾ ഇതിനകത്തെ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആഗ്രഹമുണ്ടാകുക, സാഹചര്യമുണ്ടാകുക. അതുപോലെ ഒന്നാമത്തെ സാഹചര്യം വളരെ പ്രധാനമാണ്. കാരണം ടെൻഷനുള്ള സാഹചര്യമാണോ, പ്രൈവസി ഉണ്ടോ, അതുപോലെ സമയം കിട്ടുമോ, അതുപോലെ ഫിസിക്കലി മെൻ്റലി ഓക്കെ ആണോ, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ, പൊതുവെ സന്തോഷമൊക്കെ ഉള്ളൊരു സാഹചര്യമാണോ, അതുപോലെ പങ്കാളിയായിട്ട് അഭിപ്രായ വ്യത്യാസം വല്ലതും ഉണ്ടോ, എന്തെങ്കിലും ദേഷ്യമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒന്നാമത്തെ സ്റ്റേജിൽ വരും. ഞാനിപ്പോൾ എല്ലാം ഒന്നും പറയുന്നില്ല, ഇതുപോലെ കുറേ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ്, അത് ഉത്തേജനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സ്റ്റേജ് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ടതാണ് കേട്ടോ. ഒട്ടും ധൃതി കാണിക്കാതെ വളരെ ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ്. പക്ഷേ പല പുരുഷന്മാരും ഈ ഒരു ഘട്ടത്തിൽ അലസത കാണിക്കാറുണ്ട്. തന്നെയല്ല, യഥാർത്ഥത്തിലുള്ള പങ്കുവെക്കൽ നടക്കുന്നതും ഈ ഒരു ഘട്ടത്തിലാണ്. മാത്രമല്ല, സ്ത്രീ ഏറ്റവും കൂടുതൽ അവരെ അടുത്തറിയുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. തന്നെയല്ല, ഈ സമയത്താണ് പങ്കാളികൾ തമ്മിൽ ഏറ്റവും കൂടുതൽ ഒരു അടുപ്പം ഉണ്ടാകുന്നത്. ഇത് കഴിഞ്ഞ് വേണം പ്രവേശനം എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റേജിലേക്ക് കടക്കാൻ. അപ്പോൾ ഈ സ്റ്റേജിലാണ് പുരുഷനെ സംബന്ധിച്ച് കൺട്രോൾ ചെയ്യേണ്ട സാഹചര്യം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മൂന്നാമത്തെ ഘട്ടത്തിലെ പെർഫോമൻസ് ആണ് കേട്ടോ സ്ത്രീക്ക് പുരുഷനോടൊരു ആരാധനയൊക്കെ തോന്നുന്നത്. ഈ സ്റ്റേജിലാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നം നടക്കുന്നത്. ഒരാൾക്ക് തൃപ്തി വരുന്നതിന് മുമ്പേ മറ്റേയാൾക്ക് വരുന്നു. അതുപോലെ ആദ്യത്തെ 2 സ്റ്റേജ് കറക്റ്റായിട്ട് സമയമൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റേജിൽ സ്ത്രീകളെ സംബന്ധിച്ച് അധിക സമയം വേണ്ടി വരില്ല. ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ പലരും പല രീതിയിലാണ് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ പെരുമാറുന്നത്. മിക്കവാറും ആൾക്കാരെ സംബന്ധിച്ച് അവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. പിന്നീട് ഒരു എനർജി ഇല്ലാതെ വരുന്നു, ഒരു താല്പര്യമില്ലാതെ വരുന്നു. പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് ഇതിനകത്ത് നമുക്ക് പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അതിനകത്തെ ഒന്നാമത്തെ കാര്യം, ഇതിനോടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റിയെടുക്കണം. യഥാർത്ഥത്തിൽ ഞാനിതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ശീഘ്രസ്ഖലനത്തിൻ്റെ പരിഹാരമല്ല കേട്ടോ. അതേക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ ചാനലിൽ ആദ്യം കിടപ്പുണ്ട്. നമ്മളിതിനകത്ത് പറയുന്നത് അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ സംഭവിക്കുമ്പോൾ പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറ്റുന്നു. അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോസസ്സിംഗ് ആണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പങ്കാളിക്ക് തൃപ്തി വരാൻ ഈ ഒരു മെത്തേഡ് മാത്രമല്ല, മറ്റ് പല മെത്തേഡുകളുമുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് പൂർണ്ണ സംതൃപ്തി കിട്ടാനായിട്ട് പല മെത്തേഡുകളുണ്ടല്ലോ. അതിലേതെങ്കിലും ഇവിടെ അഡോപ്റ്റ് ചെയ്യാം, പക്ഷേ അതിന് സ്ത്രീയുടെ പൂർണ്ണ സഹകരണം വേണം. പക്ഷേ പലരും അതിന് വിമുഖത കാണിക്കാറുണ്ടെന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ബാത്റൂമിൽ പോയി എല്ലാം വാഷ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യരുത്.
ജസ്റ്റ് തുടച്ചെല്ലാം ക്ലീൻ ചെയ്തിട്ട് മറ്റൊരു മെത്തേഡ് കണ്ടിന്യൂ ചെയ്യണം. ഈ സമയത്ത് ഇത് അവസാനിപ്പിക്കരുതെന്ന് 2 പേരും തീരുമാനിക്കണം. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, പുരുഷനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. സ്വാഭാവികമായിട്ടും ചില സ്ത്രീകൾ പറയാറുണ്ട് ഈ അവസരത്തിൽ, എനിക്ക് നിൻ്റെ സുഖമാണ് വലുത്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ അത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. ഇപ്പോൾ 2 പേര് ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ 2 പേർക്കും സംതൃപ്തി കിട്ടണം, ദീർഘനാൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതൊരു വൺ വേ ട്രാഫിക്കായിട്ട് മാറി കുറച്ച് കഴിയുമ്പം ഒരാൾക്ക് താല്പര്യമില്ലാതെ വരും. ഇവിടെ പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ കുറച്ച് ദിവസം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചെയ്യുകയാണെങ്കിൽ 2 പേർക്കും തൃപ്തി വരണം. എന്നുവെച്ചാൽ 2 പേർക്കും സാഹചര്യവും താല്പര്യവും ഉള്ളപ്പോൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറും. തന്നെയല്ല, പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ സുഖം മാത്രം നോക്കുന്ന രീതിയായിട്ടങ്ങ് മാറും. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇത് പുരുഷനെ കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ നോക്കണം. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, പുരുഷനാണ് ആദ്യം തൃപ്തി വരാനുള്ളൊരു പോസിബിലിറ്റി കൂടുതൽ. പക്ഷേ ഇത് നന്നായിട്ട് നിയന്ത്രിച്ച് ചെയ്യുന്ന പുരുഷന്മാരുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ എവിടെ പോയിൻ്റ് ചെയ്ത് ചെയ്യണമെന്നുള്ളത് അവർ പരിശീലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള മാനസിക അടുപ്പത്തിന് ലൈംഗികതയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ചില സാഹചര്യത്തിൽ നേരെ തിരിച്ചാണ്, പുരുഷനായിരിക്കും തൃപ്തി കിട്ടാതെ വരുന്നത്. ഈ അവസരത്തിൽ സ്ത്രീ പങ്കാളിക്കും പല പല മെത്തേഡുകൾ അവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാരണം ഇതിനകത്തുള്ള അസംതൃപ്തിയാണ്. അപ്പോൾ ഇതിനകത്ത് മനസ്സിന് ഒരു പങ്കുണ്ട്. ചിലരെ സംബന്ധിച്ച് സാഹചര്യം കൊണ്ട് പരിപാടിക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കത്തില്ല. ചില അപകടങ്ങൾ കാരണം, ചില രോഗങ്ങൾ കാരണം ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ചിലരെ സംബന്ധിച്ച് ജീവിത പ്രശ്നങ്ങൾ കാരണം, മാനസിക പ്രശ്നങ്ങൾ കാരണം ഇതിനകത്ത് താല്പര്യമില്ലാതെ വരുന്നവരുണ്ട്. ഇനി ഏത് രീതിയിലാണെങ്കിലും ലൈംഗികതയില്ലാത്ത ജീവിതം അതൊരു അസ്വാഭാവികമാണ്. അപ്പോൾ ശരീരത്തിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരവസ്ഥയാണ്. ഇതിന് പങ്കാളി വേണമെന്ന് നിയമമൊന്നുമില്ല കേട്ടോ, തനിയായാലും മതി. അതുപോലെ ഇന്ന രീതി വേണമെന്നൊന്നുമില്ല, നമുക്കിഷ്ടപ്പെട്ട ഏത് രീതിയുമാകാം. പക്ഷേ പ്രകൃതി നമുക്ക് തരുന്ന ഈ ഒരു എനർജിയെ നമ്മൾ കൺസ്യൂം ചെയ്യണം. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന നിരവധി ഹോർമോണുകൾ ഈ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സൗന്ദര്യത്തിനും ആകർഷണത്തിനും ഒക്കെ കാരണമാകുന്ന നിരവധി കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഒന്നിൽ കൂടുതൽ രതിമൂർച്ച അനുഭവിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പുരുഷനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഞാനിതിനകത്ത് പറയുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പുരുഷന്മാർക്ക് സ്വാഭാവികമായിട്ടും വരാം. പക്ഷെ അത് അവസാനിപ്പിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെയൊക്കെ ആണെങ്കിൽ അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. പക്ഷേ ഇതിനകത്തും കുറച്ച് പ്രാക്ടീസ് വേണം. അതുപോലെ തന്നെ മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റണം. അതുപോലെ ഇങ്ങനൊരു സാഹചര്യം വന്നാൽ ഈ രീതി ചെയ്യുമെന്ന് പങ്കാളിയോടും പറയണം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.